നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. അസാധാരണമായ ചില കോടതി നടപടിക്രമങ്ങൾക്ക് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. ഒപ്പം ഹൈക്കോടതി അല്ലേ, ഈ മുമ്പെങ്ങുമില്ലാത്ത വിധം അത് പോലീസിൻ്റെ പിടിപ്പുകേടെന്ന് പറയാനും പറ്റില്ല. അതെ, വിഷയം നമ്മുടെ ED ആക്രമണ കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെ എതിർക്കേണ്ട കാര്യം ഇല്ലെന്ന്, കസ്റ്റഡിയിൽ ആവശ്യമില്ല, ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയായി, ഇനി പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡി വിടേണ്ട കാര്യമില്ല എന്ന് 1 മുതൽ 8 പ്രതികളെ ഇപ്പോഴും ജാമ്യം നിഷേധിച്ചു. 9ാം പ്രതിയെ ആവശ്യമില്ല എന്ന് CPM-കാരിയായ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി കോടതിയിൽ പറഞ്ഞു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പറഞ്ഞപ്പോൾ കോടതി അങ്ങ് ജാമ്യം കൊടുത്തു. സ്വാഭാവികമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ നിർബന്ധം പ്രോസിക്യൂട്ടറിന്റെ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ പോലീസ് റിപ്പോർട്ട് കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലേ, പോലീസ് റിപ്പോർട്ട് കൊടുത്തതാണ്. 2-3 ദിവസം മുമ്പേ പോലീസ് റിപ്പോർട്ട് കൊടുത്തതാണ് പ്രതികൾക്ക് ജാമ്യം നൽകരുത്, കാരണം അവരെ കൊണ്ട് ഇനിയും കൃത്യമായിട്ട് പറഞ്ഞാൽ 18-ാം തീയതി തന്നെ കൊടുത്തു. 24-ാം തീയതിയാണ് കേസ് വാദത്തിന് വന്നത്. ഇവരത് വായിച്ചു നോക്കിയില്ല എന്നാണ് ഇവിടെ ന്യായം ഈ ഗീനാകുമാരിയുടെ. പക്ഷേ ഇപ്പോൾ അതേ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം SHO തന്നെ കൃത്യമായിട്ട് കോടതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു. ഇത് അന്വേഷിക്കണം. BNS 483 3A പ്രകാരം അതിന് വകുപ്പുണ്ട് അല്ലേ. 483 സെക്ഷൻ 3 പ്രകാരം ഈ ജാമ്യം കൊടുത്ത കോടതിക്ക് തന്നെ ജാമ്യം റദ്ദാക്കാം. അങ്ങനെ ഒരു വകുപ്പുണ്ട്. അതായത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പൂർണ്ണമല്ലാത്ത അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിച്ച് അങ്ങനെയൊക്കെ ഈ ചില ഗിമ്മിക്കുകൾ കാണിക്കും ചില പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി. അപ്പോൾ അതേ കോടതിക്ക് തന്നെ കൃത്യമായിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ, ഇപ്പോൾ പ്രതിഭാഗ അഭിഭാഷകൻ വ്യാജരേഖകളൊക്കെ ഹാജരാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കാം. അങ്ങനെ പ്രോസിക്യൂഷൻ വാദിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് തന്നെ ആ ജാമ്യം റദ്ദ് ചെയ്യാം. ഇവിടെ അതാണ് ആ വകുപ്പാണ്. BNS 483 സെക്ഷൻ 3 നമ്മുടെ കേരള പോലീസ് ഉപയോഗിച്ചിരിക്കുന്ന വളരെ സമർത്ഥമായിട്ട്. അതായത് കേരള പോലീസിന് കൃത്യമായി നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയാമല്ലോ. EDക്ക് കേസിൽ കക്ഷി ചേരാൻ കോടതി അനുമതി കൊടുത്തു. അതുപോലെ ED ഇതിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. ഒരു പ്രതിക്കും ജാമ്യം കൊടുക്കരുത്. അതായത് ഇവിടെ ഇതേ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 9ാം പ്രതി ഹരീഷ് കുമാറിൻ്റെ ജാമ്യം അനുവദിച്ചത് പുനഃപരിശോധിക്കുമ്പോൾ ആ പുനഃപരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം റദ്ദാക്കാൻ ഏറ്റവും ഫലപ്രദമായൊരു നീക്കമാണ് ED നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി പോയി അപ്പീൽ കൊടുത്തിരിക്കുക. മാത്രമല്ല 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജാമ്യം ഇതേ കോടതി നിഷേധിച്ചാണ് എൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം. പക്ഷേ അന്നും ഈ ഗീനാകുമാരി ഉണ്ടായിരുന്നെങ്കിലും അവര് 1 മുതൽ 8 വരെ പ്രതികളായതിനാലും അവർക്കെതിരെ വകുപ്പുകൾ വളരെ സ്ട്രോങ് ആയിരുന്നാലും അല്ല, ഈ 9ാം പ്രതിക്കെതിരെയും വകുപ്പ് സ്ട്രോങ് ആണ്. ഈ പ്രതി പട്ടികയിൽ താഴെയായി എന്ന് പറഞ്ഞൊരു കേസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടില്ല. ചിലപ്പോൾ പ്രതിപട്ടികയിൽ മുന്നിലുള്ള ആളിനേക്കാൾ കടുത്ത ശിക്ഷയായിരിക്കും ചിലപ്പോൾ അതിന് താഴെ വരുന്ന ഒരാളിന് കിട്ടുന്നത്. കാരണം ആ കേസിൻ്റെ മെറിറ്റ് നമ്മൾ നോക്കണം. എങ്ങനെയാണ് ആ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, കോടതിയിൽ അതിൻ്റെ തെളിവുകൾ പരിശോധിച്ചത് എങ്ങനെയാണ്, പോലീസ് അന്വേഷിച്ച് എന്തൊക്കെ രേഖകളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നോക്കിയിട്ടാണ് ചിലപ്പോൾ ഇപ്പോൾ ഈ കൃത്യം ചെയ്തയാളേക്കാൾ കൂടുതൽ ഒരു കൊലപാതകം നടന്നു. അപ്പോൾ കൊലയാളിയായ ആളിനേക്കാൾ കൂടുതൽ വലിയ ഗൗരവം കോടതി ചിലപ്പോൾ ഈ പ്രേരണ കൊടുത്ത ആളിന്, ഗൂഢാലോചന നടത്തിയ ആളിന് ഒക്കെ ചെയ്യിപ്പിച്ച ആളിന്, സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തുക, ഇതിലൊക്കെ കോടതി കൂടുതൽ പ്രാധാന്യം ചിലപ്പോൾ കണ്ടെത്തും. അതിനൊക്കെ നിയമപരമായ വകുപ്പുകളുണ്ട്. അതുപോലെ ലെനിൻ രാജ് ഈ 12ാം പ്രതിയാണ്. പുള്ളിയുടെ അദ്ദേഹത്തിന്റെ വാദം കഴിഞ്ഞ ദിവസം കോടതി കേട്ടതാണ്. ഇനി ജാമ്യം ഇല്ല, അത് മാറ്റിവെച്ചിട്ട് EDയെ കൂടെ കേട്ടതിന് ശേഷമേ ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ EDയുടെ ഒരു വിജയം തന്നെയാണ് ആ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തെറ്റായ വിവരത്തിൻ്റെയോ വാദങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയതെങ്കിൽ അതേ കോടതിക്ക് തന്നെ അത് തിരുത്താനുള്ള അധികാരവും നൽകുന്നതാണ് ഈ BNS 483 സെക്ഷൻ A. സെക്ഷൻ 3A.
അപ്പോൾ അത് കൃത്യമായിട്ട് അതവിടെ നടപ്പാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ ED ഹൈക്കോടതിയിലടക്കം കൊടുത്തിരിക്കുന്ന ഈ അപ്പീലുണ്ടല്ലോ, അപ്പീലിലൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബംഗാൾ മോഡൽ അക്രമം. അതെ. അപ്പോൾ അത് ബംഗാളിൽ ഇപ്പോഴും ജാമ്യം കൊടുത്തിട്ടില്ല. ഷാജഹാൻ ഷെയ്ഖിന് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം അത് 800 ചില്ലാനം ദിവസങ്ങളായി. അതേ മോഡൽ അക്രമം എന്ന് ED ഇവിടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിലെ ഒരു പ്രതികൾക്കും സമീപകാലത്തെങ്ങും ജാമ്യം കിട്ടും എന്ന് തോന്നുന്നില്ല. ഷാജഹാൻ ഷെയ്ഖും കൂട്ടരും സുപ്രീം കോടതി വരെ പോയി, ജാമ്യം കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ ഈ കേസിലും ഇത് വലിയ CPMന് വലിയ എന്താ പറയുക തിരിച്ചടി കൊടുക്കുന്ന ഒരു സംഭവമാണിത്. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ CPMൻ്റെ സമരങ്ങൾക്ക് ആളെ കിട്ടില്ല, അണികൾ. കാരണം പാർട്ടി ഇതൊക്കെ പറയും, പക്ഷെ അകത്ത് പോയി കിടക്കേണ്ടത് നമ്മളല്ലേ. തീർച്ചയായിട്ടും ഒരു വലിയ ശതമാനം ആൾക്കാർ ഇനി ഈ അക്രമ സമരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. അതിന് ഈ സംഭവം നിദാനമായി എന്നുള്ളതാണ്. ശരിക്കും പാർട്ടി ഇനി 26 പേർ ഈ പ്രതികളുടെ കുടുംബങ്ങളെയും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം 26 പോരാ, കാരണം കണ്ടാലറിയാവുന്ന ഏതാണ്ട് 200 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ 200 പേർക്കെതിരെ അവിടെ തടിച്ചുകൂടിയ ആൾക്കാരെല്ലാവരും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ചാനലുകൾ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം അവരെ തിരിച്ചറിഞ്ഞ് അവരെ എല്ലാം വിളിച്ചു വരുത്തി അവരുടെ എല്ലാം പേരിൽ ഇപ്പോൾ വകുപ്പുകൾ ഇടുമ്പോൾ ഇതിനോടനുബന്ധമായ വകുപ്പുകളെല്ലാം ഇടാൻ പറ്റും. ഇവർക്കൊന്നും ഒരു സമരത്തിലോ ഒരു പ്രതിഷേധ പരിപാടിയിലോ ഒന്നും ഇറങ്ങാനോ പറ്റില്ല. മുദ്രാവാക്യം വിളിക്കാനോ അക്രമം വഴി തടയാനോ ഈ നിയമം ലംഘിക്കുന്ന പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു കർത്തവ്യത്തിനും ഇടപെടാൻ പറ്റില്ല. കാരണം അങ്ങനെ വരുമ്പോൾ ഇവരൊരു പ്രതിഷേധ ജാഥയ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴായിരിക്കും ഇവരുടെ പേരിൽ ഇങ്ങനൊരു കേസ് അതും ചുമത്തി കൊടുക്കും. അതും തീർച്ചയായിട്ടും ഭാവിയിൽ വലിയ വലിയ വകുപ്പുകൾ ചുമത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇതൊക്കെ ഈ അണികളുടെ കാര്യം മാത്രം പറഞ്ഞു നിർത്തിയാൽ മതിയോ? നേതാക്കള് ശിവൻകുട്ടി, ജോയി, പിന്നെ കടകംപള്ളി, ആനാവൂര്, എത്ര നേതാക്കളാ അന്നവിടെ ഈ കുഴപ്പമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത്? എന്നിട്ട് അവരെല്ലാം ഞങ്ങൾ വലിയ നല്ല പിള്ള എന്ന് പറഞ്ഞ് ചമഞ്ഞങ്ങനെ നടക്കുകയല്ലേ. സത്യത്തിൽ ഈ അണികളെയാണോ പിടിക്കേണ്ടത്? ഈ നേതാക്കളല്ലേ പിടിക്കേണ്ടത്? ഈ നേതാക്കളുടെ ബലമില്ലെങ്കിൽ അണികൾ ഈ അക്രമാസക്തരാകുമോ? ചുടുകട്ട എറിയുമോ? ഈ കാറ് തല്ലി പൊളിക്കുമോ? ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ മുതിരുമോ? ഇല്ല. നേതാക്കൾ അവിടെ നിന്ന് ഈ പ്രോത്സാഹനം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ്. എന്നിട്ട് അതേ നേതാക്കൾ എന്താ, പോലീസ് ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് ഒളിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ നേതാക്കൾ എന്താ പറഞ്ഞത്? ഇവിടെ കയറാൻ പറ്റത്തില്ല. എന്താ, ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ, ഈ ഭരണഘടനയും നിയമവാഴ്ചയുള്ള രാജ്യമല്ലേ, അവിടെ കയറാൻ പറ്റത്തില്ല. CPM എന്താ ഇതിനൊക്കെ അതീതരാണോ? ഭരണഘടനയ്ക്ക് അതീതരാണോ? അതായത് നമ്മുടെ 2 മാസം മുമ്പ് തിരുവനന്തപുരത്തെ ഈ സുഗതന്റെ വിഷയം നടക്കുന്നതിന്റെ തൊട്ട് മേളിലുള്ള വാർഡാണ്, തൊട്ട് അയൽ വാർഡാണ് മലമുകളിൽ നടന്നൊരു വിഷയത്തിൽ അവിടെ ഒരു BJP പ്രവർത്തകന്റെ ഭാര്യ അസഭ്യം പറഞ്ഞതിന് എതിർത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആക്രമണം നടത്തിയിട്ട് ഈ പ്രവർത്തകർ ഇടപ്പഴിഞ്ഞിലെ ഒരു ക്ഷേത്രത്തിൽ അവരെ ഒളിച്ചു താമസിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിനകത്ത് കയറിയ പോലീസാണ് ക്ഷേത്രം അടിച്ചു തകർത്തി. അതേ പോലീസ്, അതേ സിറ്റിയിലെ പോലീസിനെ ഇവർ വിലക്കി. ഇവരുടെ പരാതിയിലാണ് ആ ക്ഷേത്രത്തിൽ, ഇടതുകാരുടെ പരാതിയിലാണ് ആ ക്ഷേത്രത്തിനകത്ത്. എന്നിട്ട് അവിടെ കയറി അതേ പോലീസ് ഒന്നും പിടിച്ചില്ല, അവിടെ ഒന്നും ആരെയും കിട്ടില്ല, അവിടെ ആരും ഒളിച്ചു താമസിക്കുന്നില്ല. അന്ന് അതേ എന്നിട്ട് ഈ അനിൽ എന്നുള്ള വ്യക്തിയെ അവിടുത്തെ ക്ഷേത്രത്തിനകത്തുനിന്ന് പിടിച്ചു, അറസ്റ്റ് ചെയ്ത് ഇടിച്ച് ഇഞ്ച പരിവമാക്കി. അവസാനം വാദിയായിരുന്നു, അവസാനം പ്രതിയാക്കി കേസ് കൊടുത്തിട്ട് പിന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. തെറ്റ് മനസ്സിലായപ്പോൾ അയാളിപ്പോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലൊക്കെ പോവുകയാണ്. അപ്പൊ അതേ പോലീസാണ്, അതേ സിറ്റി പോലീസാണ് ഇവിടെ പാർട്ടി ഓഫീസിൽ. കാരണം ക്ഷേത്രത്തെക്കാൾ വലുതാണ് CPM പാർട്ടി ഓഫീസ്, ഏരിയ കമ്മിറ്റി ഓഫീസ്. അപ്പൊ പിന്നെ AKG സെന്ററിന്റെ ഒക്കെ കാര്യം പറയാനുണ്ട്. പക്ഷെ ഇതൊന്നും EDക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. അവർക്ക് AKG സെന്റർ ഒന്നും ഒരു വിഷയമേ അല്ല. അവർ AKG സെന്ററിലും കയറും, AKG ഭവനിലും കയറും. അവർ കയറാൻ പോകുന്നേ ഉള്ളൂ. കാരണം എക്സലോജിക്കിന്റെ അഡ്രസ് AKG സെന്ററാണ്. അതുകൊണ്ട് പിന്നെ എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ അവരപ്പം തന്നെ AKG സെന്ററിലും, ഞാൻ മനസ്സിലാക്കുന്നത് അവർ വന്ന് പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ടാവും. CPMകാർ ഇത് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുക, പുറത്തു പറയാത്തതാണ്. നാണക്കേടല്ലേ? AKG സെന്ററിൽ ED കയറി നിരങ്ങി എന്ന് പറഞ്ഞാൽ
അത് ഭയങ്കര നാണക്കേടാണ് CPM. ഇതിനേക്കാൾ നല്ലത് പിന്നെ ആ വാർത്ത പുറത്തു വരുന്നതിനേക്കാൾ നല്ലത് നേതാക്കൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് അവരതൊക്കെ രഹസ്യമാക്കി വയ്ക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ED ആക്രമണ കേസ് ഇവിടെ എങ്ങും തീരില്ല. അത് CPM-ന്റെ എന്താ പറയുക, നാരായ വേര് പിഴുത് പുറത്തെടുക്കും. ഒരൊറ്റ വാക്ക് ED കോടതി പറഞ്ഞിരിക്കുന്നത് ബംഗാൾ മോഡൽ ബംഗാൾ മോഡൽ അക്രമം ആണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ED പറയുന്നതോടുകൂടി വ്യക്തമാണ് ഈ കേസിൽ ഇതിന്റെ ഗൗരവം വളരെ വലുതാണ്. ഒരു പ്രതിക്ക് പോലും ജാമ്യം കൊടുക്കരുത്, എല്ലാറ്റിനെയും തൂക്കി അകത്തിടണം. കാരണം ഇതൊരു കീഴ്വഴക്കമാവും. നാളെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു സമാനമായ കേസിൽ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ കള്ളപ്പണ ഇടപാടുകാരനെ അല്ലെങ്കിൽ ഒരു ഹവാല കടത്തുകാരനെ അവൻ്റെ വീടോ ഓഫീസോ റെയ്ഡ് ചെയ്യാൻ ED ചെല്ലുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പറഞ്ഞ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? അവർക്ക് സ്വസ്ഥമായും സ്വൈരമായും വേറെ സുരക്ഷാ വെല്ലുവിളികളൊന്നും ഇല്ലാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? അതിന് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും തീർച്ചയായിട്ടും നിയമത്തിൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം. അത് തന്നെയാണ് വേണ്ടത്. ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നമുക്ക് ആർക്കും നമുക്കുമൊക്കെ ആത്മരോഷമുണ്ട്, ചിലപ്പോൾ ധാർമ്മിക രോഷം വരും, ചില കാര്യങ്ങൾ കാണുമ്പോൾ അടി കൊടുക്കണമെന്ന് തോന്നും. ED ആക്രമിച്ചു, കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു, കോടതിയെ കബളിപ്പിച്ചു, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതെ, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം അല്ല, നമുക്കും ചില കാര്യങ്ങൾ കാണുമ്പം, ഇപ്പോൾ ഗോവിന്ദജാമിയെ പോലെയുള്ളവരെ കാണുമ്പോൾ നമുക്കും ധാർമ്മിക രോഷമുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ആക്രമിക്കാതിരിക്കുന്നത്? നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നമുക്കെല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. ഈ നിയമത്തിൻ്റെ പരിരക്ഷ എന്ന് പറഞ്ഞാൽ നിയമം തണൽ നൽകുന്നത് മാത്രമല്ല, ആ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരും കൂടിയാണ്. നമ്മളെ രക്ഷിക്കുന്നത് ആ നിയമമാണ്. അതുകൊണ്ട് ആ നിയമത്തെ പിന്തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവിടെ നിയമം കയ്യിലെടുക്കാൻ CPM-ന് ഇളവൊന്നുമില്ല. CPM-ന് ആർക്കും ഇളവില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും തെറ്റാണ്. BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ആര് ചെയ്താലും തെറ്റാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേറെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ ജാമ്യം റദ്ദാക്കി ഇയാളെ വീണ്ടും ഇരുമ്പഴിക്കുള്ളിൽ റിമാൻഡ് ചെയ്യണം എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായ കാര്യം. അത് കോടതി ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്പീൽ വളരെ കർശനമായ നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതിയുടെ റൂളിംഗ് ഈ കാര്യത്തിൽ കീഴ്ക്കോടതികൾക്ക് അതൊരു കീഴ്വഴക്കമായി മാറും. അതായത് ഒരു കാരണവശാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയെയും ക്ഷമിക്കരുത്, അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. കർശനമായ നടപടി സ്വീകരിക്കണം എന്നൊരു റൂളിംഗ് ഹൈക്കോടതിയിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.